ഹലോ മക്കളെ, വെൽക്കം ടു ഐൻസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫിസിക്സിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണണം. കാരണം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ പരീക്ഷയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലസ് 1 നിന്നോ പ്ലസ് 2 നിന്നോ എവിടെ നിന്നൊക്കെ വേണോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. മസ്റ്റ് ആയിട്ട് പറ്റുവാണെങ്കിൽ നോട്ട് കൂടി പ്രിപ്പയർ ചെയ്യണം. എല്ലാവർക്കും അറിയാം ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഒരു ഒബ്ജക്ട് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തോന്ന് ആക്ട് ചെയ്യുക? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. എന്നാൽ പിടിച്ച ഒരു ക്വസ്റ്റ്യൻ, ഒരാള് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഓക്കെ, എന്തുവാ? ഒരാള് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ അയാളുടെ ബോഡിയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? ഒന്ന് ആലോചിക്കുക. രസകരമാണ് നമ്മൾ ആൻസർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പലരുടെയും മനസ്സിലുള്ള ആൻസർ എന്ന് പറയുന്നത് ഇയാൾ സൗത്തിലോട്ടല്ലേ നടന്നു പോകുന്നത്, ഇയാൾ സൗത്തിലോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉറപ്പായിട്ട് നോർത്തിലോട്ടായിരിക്കുമെന്നാണ് പലരുടെയും മനസ്സിലുള്ള ആൻസർ. എന്നാൽ അല്ല, ഇയാൾ സൗത്തിലോട്ടാണ് നടക്കുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും സൗത്തിലോട്ട് തന്നെ ആയിരിക്കും മക്കളെ. കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. ഇയാൾ ഇത് നിലമാണെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു വീഡിയോ കൂടി നമ്മൾ പ്ലേ ചെയ്യും. ഇതാണ് തറയെന്ന് വിചാരിക്കണം. തറയിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇയാൾ നോർത്തിലോട്ട് ഇങ്ങനെ കാല് വലിക്കുമ്പോഴാണ് നമ്മളെ ബോഡി സൗത്തിലോട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി, തറയിൽ കാല് വെച്ചിട്ട് നോർത്തിലോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ സൗത്തിലോട്ട് നമ്മളെ ബോഡി മൂവ് ചെയ്യും. കാല് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? നോർത്തിലോട്ടാ. അപ്പം നോർത്തിലോട്ട് കാല് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് സൗത്തിലോട്ടായിരിക്കും. അയാൾ നടക്കുന്നതും സൗത്തിലോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സും സൗത്തിലോട്ട്. അടിപൊളിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ് മക്കളെ. അതുകൊണ്ട് കിടിലമായിട്ട് എല്ലാവരും പഠിച്ചേക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകണം. ഒരു കാറിന്റെ ടയർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഉരുണ്ടുരുണ്ട് പോവാണ്. എങ്ങനെ? കാറിന്റെ ടയർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്? ഇപ്പൊ പക്ഷെ പലർക്കും ആൻസർ അറിയായിരിക്കും അല്ലെ. കാറിന്റെ ടയറല്ലേ ഉരുളുന്നത്? എന്റെ കയ്യിൽ ഒരു ടയർ ഉണ്ടെന്ന് വിചാരിക്കണം. കാറിന്റെ ടയർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഉരുളുമ്പോ മക്കളെ നോക്കിക്കോ, നമ്മുടെ ഗ്രാഫിക് ഡിസൈനർ ഇവിടെ ഒരു ടയർ കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ടയറിന്റെ അടിഭാഗം തറയിൽ തൊടുന്ന ഭാഗത്ത് നോക്കിയേ, ടയർ ഇങ്ങനെയല്ലേ ഉരുളുന്നേ. ടയർ ഇങ്ങനെ ഉരുളുമ്പോൾ ടയർ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്ത് ബാക്കിലോട്ടാണ് ടയർ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഫ്രണ്ടിലോട്ടായിരിക്കും. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ടയർ ഉരുണ്ടു പോകുന്നത് എങ്ങോട്ടാണോ അതേ ഡിറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒന്ന് ആൻസർ എന്ന് വിചാരിക്കും, പക്ഷെ ആൻസർ വേറെ ഒന്നായിരിക്കും. ഇതാണ് രസകരമായിട്ട് ചോദിച്ചിട്ടുള്ള എൻട്രൻസിലെ പല ക്വസ്റ്റ്യൻസ്. വീണ്ടും ഉണ്ട് മക്കളെ വേറൊരു ക്വസ്റ്റ്യൻ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നോക്കിക്കോ, ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കോൺവെക്സ് ലെൻസിന്റെ പകുതി മുഴുവൻ ബ്ലാക്ക് കളർ അടിച്ചു വെച്ചു എന്ന് വെച്ചാൽ ഇനി പകുതി മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ഇമേജ് ആണോ അതേ പകുതി ഇമേജ് ആണോ നിങ്ങൾക്ക് കാണാൻ പറ്റുക? അതേ ഇമേജ് കാണുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. കൊള്ളാലോ ക്വസ്റ്റ്യൻ. പലരുടെയും മനസ്സിൽ വരുന്ന ആൻസർ, ഫുൾ ലെൻസ് വെച്ചിട്ട് ഫുൾ ഇമേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പകുതി ലെൻസ് അല്ലേ ഉള്ളൂ, അപ്പൊ പകുതി ഇമേജ് കിട്ടുള്ളൂ എന്നാണ് പലരുടെയും മനസ്സിൽ വരുന്ന ആൻസർ. എന്നാൽ അങ്ങനെയല്ല, ഫുൾ ഇമേജ് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇമേജിന്റെ ബ്രൈറ്റ്നസ് ഇത്തിരി കുറഞ്ഞിരിക്കും, ഇമേജ് ഇത്തിരി മങ്ങി കാണും. അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. വീണ്ടും ഞാൻ പറയാണ്, രസകരമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് മക്കളെ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ കോൺവെക്സ് ലെൻസ്. എല്ലാവർക്കും അറിയാം കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസിലോട്ട് കുറച്ച് ലൈറ്റ് റേസ് പാരലായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേസ് എല്ലാം കൂടി ഒരൊറ്റ പർട്ടിക്കുലർ പോയിന്റിൽ വന്നു ചേരും. ദാറ്റ് ഈസ് കോൾഡ് ഫോക്കസ്. ആ ഫോക്കസിൽ എങ്ങാണ്ടെങ്കിൽ ഇച്ചിരി പേപ്പർ വല്ലതും കൊണ്ട് വെച്ച് അതെല്ലാം കത്തിപ്പിടിക്കും. കാരണം എന്താ? ഉള്ള ലൈറ്റ് റേസ് എല്ലാം കൂടി ആ പോയിന്റിൽ വന്ന് കൺവെർജ് ചെയ്യുക. അപ്പൊ അവിടെ ഹൈ ഇന്റൻസിറ്റി ഉണ്ടായിരിക്കും. അവിടെ പേപ്പർ വെച്ചാൽ ഉറപ്പായിട്ട് കത്തും. മക്കളെ, ഈ കോൺവെക്സ് ലെൻസിനെ ഒരു കോൺകേവ് ലെൻസ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ. എന്തോന്നാണ്? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ കോൺവെക്സ് ലെൻസിനെ കോൺകേവ് ലെൻസ് ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റും മക്കളെ, വളരെ നിസ്സാരമാണ്. ഈ കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെക്കാളും കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ ഈ കോൺവെക്സ് ലെൻസിനെ മുക്കി വെച്ചു എന്ന് വിചാരിക്കണം. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കണം. ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയാം. ഈ കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെക്കാളും കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ ഈ കോൺവെക്സ് ലെൻസിനെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ലൈറ്റ് റേസിനെ നേരത്തെ പോലെ പാരലായിട്ട് ഒന്ന് പറഞ്ഞേച്ചേ. പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേസ് കോൺവെക്സ് ലെൻസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും മക്കളെ. കോൺകേവ് ലെൻസിനെ പോലെ ഈ കോൺവെക്സ് ലെൻസ് ബിഹേവ് ചെയ്യും. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒബിയസ്ലി ഒരു ചോദ്യം ഉണ്ടായിരിക്കും,
കോൺകേവ് ലെൻസിനെ കോൺവെക്സ് ലെൻസ് ആക്കി മാറ്റാൻ പറ്റുമെന്ന്. പറ്റും. കോൺകേവ് ലെൻസ് ദാ വന്നു. ഈ കോൺകേവ് ലെൻസിനെ ഇവരെക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് പോയി ഇതാ വെച്ചു. ഇനി ലൈറ്റ് റേസിനെ പാരലായിട്ട് അങ്ങോട്ട് അയച്ചുകൂട് എങ്കിൽ ഈ കോൺകേവ് ലെൻസിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേസ് എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൺവെർജ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? സാധാരണ കോൺകേവ് ലെൻസിലെ ലൈറ്റ് റേ ചെന്ന് വീണാൽ അതാ നോക്കിയേ, സാധാരണ കോൺകേവ് ലെൻസിലെ ലൈറ്റ് റേ ചെന്ന് വീണാൽ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകണം. പക്ഷേ ഈ കോൺകേവ് ലെൻസിനെ അതിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് റേസ് പാരലായിട്ട് വിട്ടാൽ മക്കളെ നോക്ക് കോൺകേവ് ബിഹേവിലേക്ക് കോൺവെക്സ്. അടിപൊളിയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാനും എൻട്രൻസിനൊക്കെ അടിപൊളി മാർക്ക് മേടിച്ച് എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാനും ബി വിത്ത് ഐൻസ്.